അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്ക്രീനിൽ നോക്കിയാൽ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ UDF-ന് സ്ലൈറ്റ് ലീഡ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് UDF അനുകൂലമാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ കടകംപള്ളി സുരേന്ദ്രനെ മറികടന്ന് മുന്നേറുന്നു. 34 വോട്ടുകൾക്ക് 5ഇടങ്ങളിൽ NDA. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയാം, മഞ്ചേശ്വരത്ത്, കാസർഗോട്ട്, പാലക്കാട്ട്, നേമത്ത്, കഴക്കൂട്ടത്ത് 5ഇടങ്ങളിൽ NDA. ഇരിക്കൂറിൽ 414 വോട്ടിന് UDF ആണ്. ആറ്റിങ്ങലിൽ LDF ലീഡ് ലീഡ് ചെയ്യുന്നുണ്ട്. ആറ്റിങ്ങലിൽ OS അംബിക 31 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഇപ്പൊ 140 മണ്ഡലങ്ങളിലെയും ട്രെൻഡ് വരികയാണ്. 140 മണ്ഡലങ്ങളിൽ 71 UDF, 64 LDF. 71 UDF, 64, 65 ആവുന്നു. ലീഡ് ഉയർത്തുന്നു UDF. 5ഇടത്ത് NDA. കോഴിക്കോട് എണ്ണി തുടങ്ങുന്നതേ ഉള്ളൂ. കോഴിക്കോട് വരുമ്പോൾ UDF-ന്റെ ആത്മവിശ്വാസം ഇനിയും കൂടും. അവിടെ UDF-ന്റെ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി LDF. സേവ്യർ ചിറ്റിലപ്പള്ളി 142 വോട്ടുകൾക്ക് വടക്കാഞ്ചേരി ലീഡ് ചെയ്യുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി ലീഡ് ചെയ്യുന്നു. ഇരിക്കൂറിൽ UDF ലീഡ് നില ഉയർത്തുന്നു. 729. ചാത്തന്നൂരിൽ ലീഡ് BJP തിരിച്ചുപിടിക്കുന്നു. 6ഇടങ്ങളിൽ BJP 23 വോട്ടിന്. പറഞ്ഞില്ലേ, ചാത്തന്നൂരിൽ ഒരു സൈലന്റ് പ്ലെയർ ആണ് BJP. കടകംപള്ളി സുരേന്ദ്രൻ വാങ്കോ 231 വോട്ടിന് കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചുപിടിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും BJP-യുടെ ലീഡിൽ 5ലേക്ക് താഴുന്നു. 6-ൽ നിന്ന് 5ലേക്ക് താഴുന്നു. ബാലുശ്ശേരിയിൽ ഇരുവിപുരത്ത് LDF മുന്നിൽ M നൌഷാദ് ലീഡ് ചെയ്യുന്നു. ഇരുവിപുരത്ത് ലീഡ് എറണാകുളത്ത് UDF-നെ ഞെട്ടിച്ചുകൊണ്ട് വൈപ്പിനിൽ LDF 70 ലീഡ്, തവനൂരിൽ LDF 28 ലീഡ്. പാലക്കാട് EVM എണ്ണി തുടങ്ങുന്നു. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള മൊമെന്റിലേക്ക് നമ്മൾ കടക്കുന്നു. കഥ മാറുന്നു, ക്ലൈമാക്സുകൾ മാറുന്നു. ആദ്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകളാണ് നിലവിൽ UDF ആണ്. 617 വോട്ടുകൾക്ക് ലീഡ് തന്നെയാണ് തൃശ്ശൂരിൽ എന്ന കാര്യത്തിൽ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രചരണത്തിന് പോകുമ്പോഴും ഗീതാ ഗോപി നാട്ടികയിൽ. പാലക്കാട് EVM-ലെ വോട്ട് ആദ്യം എണ്ണുന്നത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകളാണ്. അപ്പോൾ BJP അവിടെ ലീഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 66 വോട്ടിനാണ് ഗീതാ ഗോപി ലീഡ് ചെയ്യുന്നത്. പ്രേക്ഷകർ, ഇപ്പോൾ 5ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്തുള്ള വി മുരളീധരന്റെ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഇനി പാലക്കാട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുന്നത്. ആദ്യം പാലക്കാട് നഗരസഭയിലെ വോട്ടുകൾ. ആദ്യം ആർക്ക് അനുകൂലം? BJP-ക്ക് അനുകൂലം. സ്വാഭാവികമായും വരും. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ 380 വോട്ടിന് ലീഡ് ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ UDF-ന്റെ ലീഡ്. ബിന്ദു പിന്നിലാവുന്നു. തോമസ് ഉണ്ണിയാടൻ 175 വോട്ടിനാണ്. 70-64-5. അതായത് ഈ ചിത്രം ഇനി മാറി 71-ആയി. 71-63. നോക്കൂ, കേവല ഭൂരിപക്ഷത്തിന്റെ നമ്പർ ആദ്യമായി തൊട്ട മൊമെന്റ് വേണമെങ്കിൽ എഴുതി സമയം 8:44. ഓർമ്മിക്കാം, സമയമുണ്ട്. ബേപ്പൂർ LDF 322 ലീഡ്. ബേപ്പൂരിൽ 322. നോർത്ത് മണ്ഡലം 122. പ്രവീൺ കുമാർ തുടരുകയാണ്. വീണ്ടും ലീഡുകൾ മാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുന്നമംഗലത്ത് LDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. 184. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ ലീഡ് തിരിച്ചുപിടിക്കുന്നു. 112. 380 വോട്ടിന് കടകംപള്ളി സുരേന്ദ്രന്റെ അവിശ്വസനീയമായ തേരോട്ടം. 783 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മുന്നിൽ. LDF പ്രതീക്ഷിച്ച മുന്നേറ്റം. കഴക്കൂട്ടത്ത് കടകംപള്ളി 172 വോട്ട് ലീഡ്. അമ്പലപ്പുഴയിൽ ഉടുമ്പൻചോലയിൽ UDF-ന്റെ തേരോട്ടമാണ്. രാജാക്കാട് പഞ്ചായത്തിലെ 14 ബൂത്തിന് മുന്നിൽ 1500 വോട്ട്. 1700 വോട്ടിനാണ് സേനാപതി വേണു ലീഡ് ചെയ്യുന്നു. 1500 വോട്ടിന് ഉടുമ്പൻചോലയിൽ മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ ഇനി LDF ഉയർക്കും. അവിടെ നമ്മുടെ മണിയാശാനായിരുന്നില്ല, ജയചന്ദ്രനാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. സേനാപതി വേണുവാണ്. നമ്പറിൽ നിന്ന് താഴേക്ക് UDF പോയി. 69-66-5 എന്നതാണ് നിലവിലെ ചിത്രം. 69-66-5. നോക്കൂ, UDF-ന്റെ തേരോട്ടം മലബാറിൽ 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. മലപ്പുറം, വേങ്ങര, മങ്കട,
ഏറനാട്, കൊണ്ടോട്ടി, മഞ്ചേരി, പ്രിയപ്പെട്ടവരെ, താനൂരിൽ പി കെ നവാസിന് 1800 വോട്ടിന്റെ ലീഡ്. പ്രിയപ്പെട്ടവരെ, താനൂരിൽ പി കെ നവാസ് UDF 1800 വോട്ടിന് ലീഡ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. പി കെ നവാസ് ഇരിങ്ങാലക്കുട നോക്കൂ. തോമസ് ഉണ്ണിയാടൻ ലീഡ് എടുത്തിരിക്കുകയാണ്. 273 വോട്ടിന് ഇരിങ്ങാലക്കുട. വയനാട്ടിലെ 3 UDF ആണ് ലീഡ്. പിടിക്കുന്നു. മാനന്തവാടി, മാനന്തവാടി UDF, ബത്തേരി UDF, കൽപ്പറ്റ കേട്ടില്ല, കേക്കലേ. പ്രിയപ്പെട്ടവരെ, രമേശ് ചെന്നിത്തല 536 വോട്ടുകൾക്ക് മുന്നിൽ ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഹരിപ്പാട് രമേശ് ചെന്നിത്തല സേഫാണ്. 536 വോട്ടുകൾക്ക് ലീഡർ മുന്നിലാണ് രമേശ് ചെന്നിത്തല. നാട്ടികയിൽ ഗീതാ ഗോപി ലീഡ് തിരിച്ചു 859 വോട്ടിന്റെ ലീഡുണ്ട് ഗീതാ ഗോപിക്ക്. 69-66 ഇഞ്ചോടിഞ്ചു പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിൽ. ഒരു വലിയ തേരോട്ടമുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഉയർത്തുന്നു. 435 വോട്ടിന്റെ ഇരിങ്ങാലക്കുടയിൽ ബിന്ദു പിന്നിൽ തോമസ് ഉണ്ണിയാടൻ 435 ലീഡ് ഉയർത്തുന്നു.